ഞാൻ എൻ്റെ ക്ലോസ് ടു 16 to 17 ഇയേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ കരിയറിൽ കുറേ ആൾക്കാരോട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് H&Is അല്ലെങ്കിൽ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ്. അപ്പം ഞാൻ ഈ ഒരു ജേണിയിൽ വളരെ ഏർലി സ്റ്റേജ് തുടങ്ങി ഇപ്പോൾ ക്ലോസ് ടു 16 ഇയേഴ്സ് ഉള്ള ജേണിയിൽ അൾട്രാ H&Is അല്ലെങ്കിൽ വളരെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അവർ ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്, അവരുടെ മണിയിലേക്കുള്ള അപ്രോച്ച് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള അപ്രോച്ച് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന പോയിന്റ്സിൽ നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേ ബിഹേവിയേഴ്സ് കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോബബിൾ അർത്ഥം നിങ്ങളും ഒരു ഫ്യൂച്ചർ H&I മാറാൻ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എൻ്റെ വരെ കാണണം. ഞാൻ പറയാൻ പോകുന്ന 4th പോയിന്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാനും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെയാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. അത് പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വളരെ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള പ്യുവർ ഇൻവെസ്റ്റേഴ്സ് മാത്രം, കുറച്ച് പ്രീമിയം ഇൻവെസ്റ്റേഴ്സ് മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. FinSights by Squirely.com എന്നാണ് ആ കമ്മ്യൂണിറ്റിയുടെ പേര്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റുകളാണ് ഈ ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു 15 minutes ഫ്രീ സെഷനും കൂടി കിട്ടും. NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കൂടുതലും എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളൊക്കെ പോയിന്റിലായിരിക്കും ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും അഡ്വാൻറ്റേജ് നിങ്ങൾ ഡെഫിനറ്റ്ലി എടുത്തേക്കണം. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, അൾട്രാ വെൽത്തി ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അവർക്ക് ഒരു രീതിയിൽ ഒരു സ്കേസിറ്റി മൈൻഡ് സെറ്റ് നമ്മൾ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. നോട്ട് ജസ്റ്റ് ഫോർ മണി, എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു സ്കേസിറ്റി മൈൻഡ് സെറ്റ് ഒരിക്കലും ഉണ്ടാകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ഉള്ളത് എബൻഡൻറ്റ് മൈൻഡ് സെറ്റാണ്. അതിപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ കൺസേൺ ആണെങ്കിലും, അവരുടെ മണിയുടെ കൺസേൺ ആണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ഹെൽത്തിൻ്റെ കൺസേൺ ആണെങ്കിലും, എന്താണെങ്കിലും അവർക്കറിയാം യൂണിവേഴ്സിലുള്ള എല്ലാ എബൻഡൻസും അവരുടെ അടുത്തേക്ക് വന്നു ചേരും എന്നുള്ള രീതിയിലുള്ളൊരു ബിഹേവിയറാണ്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ എവറിത്തിങ് വിൽ വർക്ക് അറ്റ് ദി എൻഡ് ടുവേർഡ്സ് ദെയർ ഫേവർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഇപ്പോൾ അത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റാണ് ഞാൻ ഫസ്റ്റ് കണ്ടതും. അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതും. പക്ഷേ കൂടുതലും നമ്മൾ വേറെ ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് നേരം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ ചുറ്റുപാടിലുള്ള നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം വരുന്നത് സ്കേസിറ്റിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആ നെഗറ്റീവ് സൈഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സംസാരമാണ് വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്യൂൺ ചെയ്യുകയാണ്, ഇത് നമ്മളായിട്ട് വളരെ ഡിസ്റ്റൻ്റ് ആണെന്ന്. പൈസ സ്കേസ് ആണെന്ന് പറയുമ്പോൾ പൈസ ഒത്തിരി ദൂരെ പോയി എന്ന് നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്യൂൺ ചെയ്യുക എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അത് നാച്ചുറലി ഈ അൾട്രാ H&Is അല്ലെങ്കിൽ ആ ഒരു വെൽത്തി സെറ്റ് ഓഫ് ആൾക്കാർ അവർ നാച്ചുറലി ബ്ലെസ്ഡ് ആണ് ടു ഹാവ് എൻ അബൻഡൻസ് മൈൻഡ് സെറ്റ്. പക്ഷേ നിങ്ങൾ നാച്ചുറലി ബ്ലെസ്ഡ് അല്ലെങ്കിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓവർ ടൈം റീഡ് ചെയ്തൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് സ്ഫിയറിൽ വളരെ റിച്ച് ആയിട്ടൊരാളുടെ ഒരു ബിഹേവിയർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. രണ്ടാമത് ഞാൻ കണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ വേ ഓഫ് മാനേജിങ് മണിയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും മണി മാനേജ്മെൻറ്റിൻ്റെ കേസിൽ അവർ ഒത്തിരിയും ഡിസിപ്ലിൻഡ് ആയിരിക്കും. സേവിങ്സ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അവരുടെ ഹെൽത്ത് ആണെങ്കിലും അവരുടെ റിസ്ക് മാനേജ്മെൻ്റ് ആണെങ്കിലും. ഇനി ഒത്തിരി കമ്പനീസ് നടത്തുന്ന ആൾക്കാർ അവരുടെ കമ്പനി അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പേഴ്സണലി ഡിസിപ്ലിൻ അല്ലെങ്കിലും ദേ വിൽ ഹയർ എ പേഴ്സൺ ഹൂ സൂപ്പർ ഡിസിപ്ലിൻ ആൻഡ് ഹൂ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് തിങ്സ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ട്രക്ചറും അങ്ങനെ ഒരു പ്രോസസ്സും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ അവർക്കറിയാം എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സൈഡിൽ നടന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡിസിപ്ലിൻഡ് ആവുന്നതോ അത്രയും തന്നെ മണി വിൽ വർക്ക് ടുവേർഡ്സ് അവർ ഫേവർ. നമ്മൾ വല്ലപ്പോഴും തോന്നുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, തോന്നുന്ന രീതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു റീസൺ കൊണ്ട് നമുക്ക് ആ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഇവരുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു വെൽത്ത് എഞ്ചിൻ അവർ തന്നെ ഫോം ചെയ്തതായിട്ട് നമുക്ക് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആ വെൽത്ത് എഞ്ചിൻ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടൊരു വെൽത്ത് എഞ്ചിനും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സും അതിൻ്റെ എക്സ്പേർട്സും അതിൻ്റെ പുറകെ ഉള്ളതായിട്ട് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിൻ്റെ ഒരു ഫോളോ അപ്പ് കാര്യമാണ്. അത് അവർ ഹയർ ചെയ്യുന്ന രീതിയാണ്. അല്ല, ഒരു മിനിറ്റ്, അതിനേക്കാൾ മുമ്പ് ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് യു ലൈക്ക് ദ വീഡിയോ. ആ ലൈക്ക് ഡിസ്പ്ലേ ചെയ്യാൻ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിലാണെങ്കിലും അവരുടെ കമ്പനിക്കകത്താണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണെങ്കിലും അവർ കോസ്റ്റ് നോക്കാതെ നല്ല ആൾക്കാരെ നല്ല എമൗണ്ട് കൊടുത്തിട്ട് അവർ ഹയർ ചെയ്യും. കാരണം അവർക്കറിയാം ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് വരാനാണെന്നുള്ളതാണ്. പക്ഷേ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സിനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലുലു മോളിൽ പോയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു. ആ സാധനങ്ങൾ മേടിച്ചതിന് ശേഷം അവർ കവർ വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും കവർ വേണ്ടാന്ന്. കാരണം നമ്മുടെ വിചാരം ആ 8 റുപ്പീസിൻ്റെ കവർ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തോ വലിയ കാര്യം സേവ് ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് പറ്റും, കുറേ സാധനങ്ങൾ നമ്മൾ കയ്യിലൊക്കെ പിടിച്ച് നമ്മുടെ വൈഫിനും പിള്ളേർക്ക് കൊടുത്ത് ഒരു രീതിയിലുള്ളൊരു വരവാരി, അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വരവാരി എന്ന് പറയുന്ന പോലെ യൂട്ടിലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ നീഡ് ഓഫ് ദി അവർ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും മടിക്കില്ല. ചാർട്ടർ അക്കൗണ്ടൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസ്, ഇവരെല്ലാവരെയും പ്രൈസി ആയിട്ട് തന്നെ അവർ റിക്രൂട്ട് ചെയ്യും. ആൻഡ് ദേ വിൽ റിക്രൂട്ട് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. അതിനകത്ത് അവരൊരിക്കലും കോസ്റ്റ് നോക്കുക, പിശുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ഗ്രോ റാപ്പിഡ്ലി വെരി ഫാസ്റ്റ്. ഇനി നാലാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് വൺ അസറ്റ് ഇസ് വർക്കിംഗ് ഫോർ അനദർ അസറ്റ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ, ആ പ്രോപ്പർട്ടി അവർ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ, ആ റെൻറ്റ് അവരെടുത്തിട്ട് അടിച്ചു പൊളിക്കുക ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ ഒരു പോയിന്റ് ഭയങ്കര വെൽത്ത് ആകുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു ജേർണിയിൽ അവർ ചെയ്തു വരുന്ന കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റെൻറ്റ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേറെ എന്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നവർ ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, എന്തുണ്ടെന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവർ വേറൊരു അപ്പാർട്ട്മെൻറ്റ് ലെവറേജ് ചെയ്ത്, ബാങ്കിൽ നിന്ന് ലെവറേജ് ചെയ്ത് വേറൊരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ചിട്ട് ഈ റെൻറ്റ് അതിൻ്റെ EMIയുടെ അഗെയിൻസ്റ്റ് പ്ലേസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, 2 അസറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർക്കുണ്ടെങ്കിൽ അവരൊരു ചെറിയൊരു പോർഷൻ SWP ആയിട്ട് യൂസ് ചെയ്ത് അവർ വേറെ അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ വിൽ എൻഷുർ ദാറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ഗ്രോൺ അറ്റ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റേറ്റ്. അതിനുവേണ്ടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സിനെ റിക്രൂട്ട് ചെയ്യും ഒരു മടിയില്ലാതെ. അപ്പോൾ അവർ ചെയ്യുന്നത് 1 അസറ്റിനെ കൊണ്ട് വേറൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ 15 മിനിറ്റ്സ് സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അവർ ലോൺ എടുക്കാനോ ലെവറേജ് ചെയ്യാനോ മടിക്കാറില്ല. ഒരു ലോൺ എന്ന് പറയുന്നത് അവരൊരു പ്രാരാബ്ധമായിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കൺട്രിക്കകത്തുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവരൊരു ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അവരെടുക്കുകയാണെങ്കിൽ അതിന് 8 to 8.5% ആണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കൺട്രിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ. അതേ എമൗണ്ട് ബാങ്ക് ചോദിക്കുന്നില്ല നിങ്ങൾ ഈ എമൗണ്ട് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ആ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും, അതിനകത്ത് ഒരു 15% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് കൊടുക്കുന്നത് 8% ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് 15% ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഇടാതെ തന്നെ ബാങ്കിനൊരു പാർട്ട്ണറായിട്ട് നമുക്ക് ഹയർ ചെയ്യുന്ന രീതിക്ക് ചിന്തിച്ചുകൊണ്ട് അവർ ഓൾട്ടർനേറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ലോണിനെ അവരൊരിക്കലും പേടിക്കാറില്ല, ലെവറേജിനെ അവർ ഒരിക്കലും പേടിക്കാറില്ല. അതേപോലെ ഈ ലോണും ലെവറേജും കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ അഡ്വാൻസ് ടാക്സും പേ ചെയ്യും. കോമൺ ആയിട്ടുള്ളൊരു പ്രവണത നമ്മൾ കണ്ടിരിക്കുന്നത് ടാക്സ് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻകം ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടാക്സ് കുറച്ച് അടച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇൻകം ഹൈഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഇൻകം എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണിച്ച് അഡ്വാൻസ് ടാക്സും പേ ചെയ്ത് ഫുൾ ടാക്സ് പേ ചെയ്യുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്യും. സോ ദാറ്റ് ദേ ബിക്കം വെരി ക്രെഡിബിൾ ഇൻ ടേംസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പിൽ അവർ വളരെ ക്രെഡിബിൾ ആയിരിക്കും. അവരുടെ സിബിൽ സ്കോർ വളരെ ഹൈ ആയിരിക്കും. അവർ ഫണ്ട് ഓൾറെഡി ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI പേ ചെയ്യണത് മുമ്പ് പറഞ്ഞ പോലെ ഡിസിപ്ലിൻ കാരണം ഉണ്ട്, അതും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ലെവറേജ് ബാങ്ക്സ് കൊടുക്കാൻ ആഗ്രഹിക്കും. കൂടുതൽ ലെവറേജ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇൻട്രസ്റ്റ് ആർബിട്രേഷൻ്റെ റേഷ്യോ കൊണ്ട്. അപ്പോൾ ഇതാണ് ഇവർ വളരെ എഫക്റ്റീവായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കോമൺ മാൻ എന്താണ് ചെയ്യുന്നത്, ലോൺ എടുത്തിട്ട് അവർ ഡിപ്ലീറ്റിംഗ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റീനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ദേ എൻഡ് അപ്പ് ഗോയിങ് ഇൻ ഡെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് ഏത് കാര്യമാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അൺലെസ് I come with another informative video next time. Thomas Verghese signing off. Bye-bye.